ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് ജേണൽ സപ്ലൈസ് ആട്ടോ. വീട്ടിൽ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജേണൽ സപ്ലൈസ് ആണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ക്രയോൺസും സ്കെച്ചും മാത്രം വെച്ച് കുറച്ച് ജേണൽ സപ്ലൈസ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ മേടിക്കൊന്നും വേണ്ട. നമുക്ക് എന്ത് ജേണൽ ചെയ്യാനും നമുക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നത് തന്നെ വേണമെന്നൊന്നുമില്ല ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ള സാധനങ്ങൾ വെച്ച് ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നതാണ് ജേണൽ സപ്ലൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് തുണിയൊക്കെ മേടിക്കുമ്പോൾ ഒരു ബ്രൗൺ പേപ്പറിൽ ഇട്ട് തരില്ലേ. ഏത് കടയിൽ നിന്ന് തുണി മേടിച്ചാലും നമുക്ക് ഈ ബ്രൗൺ പേപ്പേഴ്സ് കിട്ടും. അത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ടാവും. ആ ബ്രൗൺ പേപ്പേഴ്സ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ച് ബ്രൗൺ സ്റ്റിക്കേഴ്സാണ് ഞാൻ ഉണ്ടാക്കണത്. ഇത് വെച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇനി കൈ കൊണ്ട് ചുമ്മാ കീറിയെടുത്ത് മെസ്സായിട്ട് ഒരു ഷേപ്പിൽ കീറിയെടുത്ത് അങ്ങനെയും ഒട്ടിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സർക്കിളും പിന്നെ പിരമിഡ് ഷേപ്പും കൂടി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു A4 ഷീറ്റിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ കാണാനും എടുക്കാനും എളുപ്പത്തിൽ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത ജേണൽ സപ്ലൈ ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു പഴയ ഇംഗ്ലീഷ് ഡിക്ഷണറി ആട്ടോ. വീട്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നാച്ചുറലായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രൗൺ ഷെയ്ഡ് ഇല്ലെങ്കിൽ കോഫി പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ലെറ്റേഴ്സുള്ള പഴയ ഏതെങ്കിലും നോവലോ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പഴയ ബുക്സ് ഇരിക്കുന്നുണ്ടാവും. അതിൽ നിന്ന് കീറിയെടുത്താൽ മതി. ഇത് നമുക്ക് ഇനി ആവശ്യത്തിനനുസരിച്ച് എത്ര ഷേപ്പിലാണ് വേണ്ടതെന്നൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് ജേണൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കീറിയെടുത്താൽ മതിയാവും. ഞാനിത് ജസ്റ്റ് ഒന്ന് 2 കഷ്ണമാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിലൊന്നും യൂസ് ചെയ്യണ്ട. കൈകൊണ്ട് തന്നെ ഇങ്ങനെ കീറണതായിരിക്കും അത് ഭംഗി. ഈ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ഭാഗം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് കൊടുത്ത് ഇതിൻ്റെ മേലെ എഴുതണമെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ജേണൽ ചെയ്യുമ്പോൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഇത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് വീട്ടിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വാഷി ടേപ്സ് ആണ്. വാഷി ടേപ്സ് നിങ്ങൾക്കറിയാലോ. ഇഷ്ടം പോലെ നമുക്ക് ജേണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്ന സാധനമാണ് ഈ വാഷി ടേപ്സ്. ഇത് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ ഇതിൻ്റെ ഡിസൈൻസ് നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്താലും വാഷി ടേപ്സ് നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു കുറച്ച് വാഷി ടേപ്സ് അധികം ചെയ്ത് വയ്ക്കുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് വേണ്ടി. ഞാനപ്പോൾ ഓൾറെഡി കുറച്ച് ഡിസൈൻസൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് കുറച്ച് നാളുകൊണ്ട് പ്ലാൻ ചെയ്ത് ഒരു 2 ദിവസമൊക്കെ ഇരുന്ന് ടൈം എടുത്ത് പയ്യെ ഉണ്ടാക്കിയതാട്ടോ. നിങ്ങൾ ഭയങ്കര ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് ഒരു ബ്രൗൺ ലൈൻ കൊടുത്തിട്ട് അതിൽ നമ്മൾ ഗ്രീൻ ലീവ്സ് ഞാൻ കൊടുത്തു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടതാണ്. ഇത് നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ കുറച്ചധികം ഡിസൈൻസ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് റെഡ് ലൈൻ ഇതേപോലെ തന്നെ വരച്ചു കൊടുത്തിട്ട് അതിൽ ബ്രൗൺ ഹാർട്ട്സ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. നമുക്ക് സ്കെച്ച് തന്നെ വേണമെന്നൊന്നുമില്ല. വീട്ടിൽ പഴയ ക്രയോൺസ് ഉണ്ടെങ്കിൽ ആ പഴയ ക്രയോൺസ് ആയാലും വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ കളർ പെൻസിലുണ്ട്, പിന്നെ ഈ ക്രയോൺസ് ഉണ്ട്, പിന്നെ ഞാൻ ഡോംസിൻ്റെ ആട്ടോ മിക്കതും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ നല്ല വിലക്കുറവിന് ഇത് കോംബോ ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ സാധാ ക്രയോൺസും കളർ പെൻസിലും മാത്രം മതി. സ്കെച്ച് പോലും വേണമെന്നില്ല. ഞാനിതൊക്കെ ക്രയോൺസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ഇതും ഞാൻ സിമ്പിളായിട്ട് ഒരു വയലറ്റ് കളർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ നമുക്കൊരു കോളം ഫുള്ള് ഏതെങ്കിലും ഒരു കളർ അടിച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ വെച്ചിട്ട് ഒരു കേൾസ് പോലെ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചൊക്കെ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ നല്ല രസമാണിത് കാണാനൊക്കെ. ഇനി അടുത്തതും ഞാൻ ഇതേപോലെ കുറച്ച് റിബൺസ് പോലെ കുഞ്ഞിത് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റെഡ് ക്രയോൺസ് വെച്ച് ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് റെഡ് ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരു ഫ്ലവേഴ്സ് മാത്രമായിട്ടുള്ളൊരു വാഷി ടേപ്പാട്ടോ. അത് ഞാൻ ഗ്രീൻ ക്രയോൺ വെച്ചിട്ട് പൂക്കൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കണ്ടോ. ചുമ്മാ ബ്രൗൺ വെച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രിങ് പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ പിങ്ക് എടുത്തിട്ട് പിങ്കിൽ ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഗ്രീൻ ഹാർട്ട്സ് ആട്ടോ വരയ്ക്കുന്നത്.
ഈ വാഷി ടേപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ കാണാൻ നല്ല രസമാട്ടോ. നമ്മൾ കളർ തീമിൽ ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യണത് ഇനി ഇടാം കേട്ടോ. നിങ്ങൾക്കപ്പോൾ യൂസ്ഫുൾ ആവുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ. ഇനി ഈ വാഷി ടേപ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധാ ഇതേപോലത്തെ അതിൻ്റെ ബാക്കി വന്ന A4 ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒരു സർക്കിൾ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വാഷി ടേപ്സ് ഒരിത്തിരി ടൈറ്റാക്കി ഒന്ന് ചുറ്റി കൊടുക്കണേ. ഞാൻ ആദ്യം ഒന്ന് ടൈറ്റ് അല്ലാണ്ടാണ് ചുറ്റിയിരുന്നത്. ഒന്ന് ടൈറ്റാക്കി നന്നായി ചുറ്റി കൊടുത്തിട്ട് വേറൊരു A4 ഷീറ്റിൻ്റെ കുഞ്ഞൊരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമുക്കിങ്ങനെ ആവശ്യത്തിന് വലിച്ച് കീറി എടുക്കാൻ പറ്റും. പിന്നെ ഇനി അത്ര ആവശ്യമില്ലെങ്കിൽ റിട്ടേൺ നമുക്കത് ആക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വാഷി ടേപ്സ് വളരെ സിമ്പിളാണ് കേട്ടോ. അടുത്തത് കുറച്ച് വിൻറ്റേജ് ഫ്രെയിംസ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാനൊരു A4 ഷീറ്റ് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എങ്ങനെ വേണമെങ്കിലും സർക്കിൾ, സ്ക്വയർ അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് നോക്കണമെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ നന്നായി കട്ട് ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ട്രിപ്പ് ഫയലൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാട്ടോ. അതിൽ ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലും അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ഫ്രെയിംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സ്ലിപ്പ് ഫയലൊക്കെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും വളരെ വിലക്കുറവിൽ. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ A4 ഷീറ്റിൽ കുറച്ച് പടങ്ങൾ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡ്രോയിങ്സ് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നമ്മൾ ഇഷ്ടമുള്ള കളേഴ്സും ഇതേപോലെ അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനത്തെയാണോ വേണ്ടത് അതേപോലെ. ഇനി ഇതൊക്കെ നന്നായിട്ട് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ടേപ്പിലേക്കാണ് നമ്മളിതൊക്കെ ഒട്ടിച്ചു കൊടുക്കണത്. ഇനി വീതിയുള്ള ടേപ്പില്ല നിങ്ങളുടെ കയ്യിൽ ചെറുതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു 2-3 ലെയറായിട്ട് ഒട്ടിച്ചാലും മതി. ഇനി ഇതിൽ ഇതേപോലെ സ്റ്റിക്കേഴ്സ് എല്ലാം നിരത്തി ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേ ടേപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ മേലെയും ഒട്ടിച്ചു കൊടുക്കണം. എങ്കിലേ അതിനൊരു സ്റ്റിക്കറിൻ്റെ ആ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇനി ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. നിങ്ങൾക്കിനി ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതേപോലെ 2 എണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് കുറച്ച് ഫ്ലോറൽ സ്റ്റിക്കേഴ്സായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫ്ലവേഴ്സൊക്കെ വരുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ് ഞാനിതിന് സ്കെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും കൂടി ഒരുമിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാനിവിടെ ക്രയോൺ പെൻസിലും യൂസ് ചെയ്തിട്ടുണ്ട്. സ്കെച്ച് വെച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് കളേഴ്സ് മാത്രം എടുക്കുക. ഡാർക്ക് കളേഴ്സ് എടുത്തതിൽ ഇപ്പോൾ ഞാനിവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡാർക്ക് കളേഴ്സ് എടുത്തതിൽ അത്രയ്ക്ക് കാണാൻ പറ്റില്ല ഈ ഫ്ലോറൽ പ്രിൻസ് ഒന്നും. ലൈറ്റ് കളേഴ്സിലാണെങ്കിൽ നന്നായിട്ട് എടുത്ത് കാട്ടി നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ലൈറ്റ് കളേഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇത് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മളൊരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സൈസിൽ ഉണ്ടാക്കാം. ഇങ്ങനത്തെ പാറ്റേൺ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു A4 ഷീറ്റ് 4ആയിട്ട് മടക്കിയിട്ട് കുറച്ച് ലൈൻസ് ഉള്ള പാറ്റേൺ പേപ്പേഴ്സായിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ലൈറ്റ് ബ്ലൂ കളർ എടുത്തിട്ട് നിങ്ങൾ അത്യാവശ്യം ഗ്യാപ്പൊക്കെ അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത്ര വൃത്തി വരില്ല. ഇതേപോലെ ലൈറ്റ് ബ്ലൂ കളേഴ്സിന് നമ്മൾ ക്രോസായിട്ട് ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ബ്ലൂ കളർ യൂസ് ചെയ്ത് ഹാർട്ട്സ് ആട്ടോ വരച്ചു കൊടുത്തത്. ഇത് നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ ഓരോ കളർ തീമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ബ്ലൂ കളർ വരാണെങ്കിൽ ഈ പാറ്റേൺ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ സെയിം യെല്ലോയും ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് ആട്ടോ വരച്ചു കൊടുക്കുന്നത്. ഈ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് പാറ്റേൺസ് ഇതേപോലത്തെ എന്തെങ്കിലും ഐഡിയാസ് വേണമെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് ക്രയോൺസും ഈ സ്കെച്ചും മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് മാത്രമായിട്ടോ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ ഞാൻ സൈസ് കുറച്ച് ഇതിനേലും കുറച്ചും കൂടി ചെറുതായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. റെഡിയായി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കുറച്ച് ജേർണലിംഗ് സ്റ്റാമ്പ്സ് ആട്ടോ ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് ഞാൻ 3ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും വീതി ശരിക്കും വേണ്ട. നിങ്ങൾക്ക് 4ആയിട്ട് വേണമെങ്കിൽ മടക്കിയെടുക്കാം. നിങ്ങൾക്ക് എന്തോരം വിഡ്ത്ത് വേണം അതിനനുസരിച്ച് മടക്കിയെടുക്കാം. ഞാനിവിടെ 3ആയിട്ട് മടക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. കാരണം സ്റ്റാമ്പല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഭംഗി വരാൻ കുറച്ചും കൂടി വിഡ്ത്ത് കുറയണതായിരിക്കും. അതുകൊണ്ട്
നിങ്ങൾ കുറച്ചും കൂടി വേണമെങ്കിൽ 4ആയിട്ട് മടക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതേപോലെ മടക്കി ഇതിൻ്റെ എൻഡ് പാർട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇത് സ്റ്റാമ്പ് പോലെ കീറിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇപ്പം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാ എൻഡ്സും അതേപോലെ തന്നെ ഈ 2 എൻഡും അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ വീതി കുറച്ചെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഞാൻ ഇച്ചിരി വീതി ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ്സ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഹാർട്ട് വരച്ചിട്ടുണ്ട്, പിന്നെ റെയിൻബോ വരച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അപ്പം എന്താണോ തോന്നണേ അത് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജേർണലിങ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള പോലെ വരച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത് ഇനി വിൻറ്റേജ് സ്റ്റാമ്പ്സ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് അതേ സെയിം ബ്രൗൺ പേപ്പർ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ പറ്റും. നല്ല വലിയ ബ്രൗൺ പേപ്പേഴ്സൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്റ്റാമ്പിൻ്റെ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് ഡ്രോയിങ്സ് വരച്ചു കൊടുക്കുക. പിൻട്രസ്റ്റിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പൂവോ ചെടിയോ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചാൽ മതി. നല്ല രസം ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ. ബ്രൗൺ പേപ്പറിലായതുകൊണ്ട് നല്ലൊരു ലുക്കും കിട്ടും ഇതിന്. അതേപോലെ ഞാൻ എല്ലാ കഷ്ണവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് കുറച്ച് കോയിൻസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല കളറിലുള്ള കുറച്ച് കോയിൻസ്. ഇതേപോലെ ഞാൻ പേസ്റ്റൽ കളേഴ്സിൽ ആണ് വരച്ചെടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വാട്ടർ കളർ ഉണ്ടെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം. സ്കെച്ച് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്താലും മതി. ഇതേപോലെ എല്ലാ കളറിലും ഞാൻ കോയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഞാൻ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അത് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ. ഇങ്ങനെ ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഇത്രയേ ഉള്ളൂ. ഇനി അതേ ബ്രൗൺ പേപ്പറിൽ തന്നെ കുറച്ച് ലേബൽസും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വിൻറ്റേജ് ഫ്രെയിംസ് ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് വ്യത്യാസത്തിൽ ലേബൽസ് ആക്കി അതിനെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള നിങ്ങളുടെ ഷേപ്പ് എങ്ങനത്തെ വേണോ അങ്ങനത്തെ ഷേപ്പാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇതും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എടുക്കാൻ എളുപ്പത്തിൽ. ഇതും അത്ര തന്നെയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഉണ്ടാവും. ആൻഡ് ഓൾസോ നല്ല ഭംഗിയും ഉണ്ടാവും നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോൾ കാണാനായിട്ട്. ഞാൻ ഇതേപോലെ പേസ്റ്റൽ കളേഴ്സിലുള്ള ക്രയോൺസ് മേടിച്ചിട്ടുണ്ട്. അത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാകും. ഒരുപാട് വിലയൊന്നുമില്ല, 160 രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയ പോലെ തന്നെ ഈ പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ട് കുറച്ച് വലിയ സ്റ്റിക്കേഴ്സും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ജേർണൽ ചെയ്യുമ്പോൾ അതിലപ്പോൾ കൊടുക്കാൻ വേണ്ടി വലുത് വേണമെങ്കിൽ അപ്പോൾ വലുത് കൊടുക്കാൻ പറ്റും. ഇതും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ജേർണൽ സപ്ലൈസ് ആയിട്ടോ ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൾസോ ഇത് വെച്ച് ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്യണതായിരിക്കും. അതിൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനത്തെ വേണം, എന്തെങ്കിലും കളർ തീം വേണോ, അതൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.